അപ്പൊ നമ്മുടെ കഞ്ഞിവെള്ളം ചില്ലറക്കാരനല്ല കേട്ടോ. കുറച്ച് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അത് മതി. നമ്മുടെ ബാത്റൂം ടൈലാണെങ്കിലും ബക്കറ്റ്, ക്ലോസറ്റ്, അതേപോലെ വാഷ് ബേസ് വരെ നമുക്ക് തൂവെള്ള പോലെ വെട്ടിത്തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇതുപോലെ ബാത്റൂം ഒക്കെ എപ്പോഴും ഒരഞ്ഞു നിൽക്കുന്ന, ഒട്ടും വൃത്തിയാവുന്നില്ല, എന്ത് ചെയ്തിട്ടും യാതൊരു റിസൾട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ ഇതുപോലെ നമ്മൾ കളയുന്ന കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് ഇങ്ങനെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കും ചെയ്യും. മൊരച്ചിലോ ഒന്നുമില്ലാതെ ബാത്റൂം നല്ല ഇതുപോലെ വെട്ടിത്തിളങ്ങി നല്ല വൃത്തിയിൽ നിൽക്കും കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അരി കഴുകിയ വെള്ളം എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. കഴുകിയ വെള്ളം ആണെങ്കിൽ നമുക്ക് ഇപ്പൊ ഗോഡൗണിലൊക്കെ അരി കേട് വരാതിരിക്കാനൊക്കെ ഒത്തിരി കെമിക്കൽ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പൊ അങ്ങനത്തെ ആ വെള്ളമാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ ആ വെള്ളം നമ്മുടെ ബാത്റൂമൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്നത് കുറച്ചും കൂടി നല്ലതാണ്. അപ്പൊ ഞാനിവിടെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഉണ്ട് കേട്ടോ വേണ്ടത്. ഇപ്പൊ കേട് വന്നത് എടുക്കാം, അല്ല നല്ലത് വീട്ടിലുണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഒരു ഏകദേശം ഒരു 2 സ്പൂൺ എടുക്കാം. അപ്പൊ ഇത് കുറച്ച് കേട് വന്നതാണ് കേട്ടോ. ഒത്തിരി മുന്നേ നമ്മൾ വാങ്ങിച്ച് ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഒരു കേക്ക് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പൊ അതിനു വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പൊ കേട് വന്നതുകൊണ്ട് കട്ട ഇങ്ങനെ കുത്തി നിൽക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് കേട് വന്നിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നമുക്ക് ഇതിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പൊ ഞാൻ ഏകദേശം 2 സ്പൂണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ വാഷ് ബേസ് ഒക്കെ നമ്മുടെ ബേക്കിംഗ് സോഡ ഇട്ട് കഴുകുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിറം വെക്കാനൊക്കെ വളരെയധികം സഹായിക്കും കേട്ടോ. അപ്പൊ ഞാൻ ഒരു ഏകദേശം 2 സ്പൂണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത്, അപ്പൊ അതിന്റെ കൂടെ കഞ്ഞിവെള്ളം കൂടി ചേരുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇത് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കല്ലുപ്പാണ് കേട്ടോ. അപ്പൊ കല്ലുപ്പ് എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇനി കല്ലുപ്പല്ല പൊടിയുപ്പാണ് ഉള്ളതെങ്കിൽ അതും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഉപ്പൊക്കെ നമ്മുടെ ബാത്റൂം നന്നായിട്ട് വൃത്തിയാവും, നല്ല ഇതുപോലെ വെട്ടിത്തിളങ്ങും കേട്ടോ. ഉപ്പ്, ബേക്കിംഗ് സോഡ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത്. അപ്പൊ ഞാൻ ഏകദേശം 1 സ്പൂണ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പൊ ഒത്തിരി കട്ടിയുള്ള കഞ്ഞിവെള്ളം എടുക്കരുതേ. നമ്മൾ ഈ ഇപ്പൊ വാർത്തെടുത്ത് ആ ഒരു തെളി ഉണ്ടല്ലോ, അതാണെങ്കിലും മതി കേട്ടോ. ഒരുപാട് കട്ടിയുള്ള കഞ്ഞിവെള്ളം ആണെങ്കിൽ ഇങ്ങനെ അവിടെ ഇവിടെ അഴുകി പിടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അത് നമ്മൾ വെള്ളം ഒഴിച്ച് കളയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും പ്രശ്നമില്ല. കുറച്ച് ലൂസുള്ള നല്ല ലൈറ്റ് അതിന്റെ ആ ഒരു തെളി എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഇനി അതിലേക്ക് ഒന്നെങ്കിൽ ഞാനിപ്പോ എടുത്തത് ഷാമ്പു ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഹാൻഡ് വാഷ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ കംഫർട്ട് ഒരു സ്മെല്ലിനൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ അതെല്ലാം കൂടി ചേർത്തിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തു. ഇനി ഇതേപോലെ നമ്മുടെ വാഷ് ബേസിലൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് തളിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കുക കേട്ടോ. ഇപ്പൊ ആ ശരിക്കും ഈ നമ്മൾ കഴുകിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് വെള്ളം ഒഴിച്ച് എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അറിയാൻ പറ്റും അതിന്റെ ആ ഒരു പെട്ടെന്നുള്ള ആ ഒരു മാറ്റം. നല്ല വൃത്തിയായിരിക്കും കേട്ടോ. ഇങ്ങനെ തെളിഞ്ഞു നിൽക്കും. നല്ലൊരു റിസൾട്ടാണ്. അപ്പൊ ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ബാത്റൂം ആണെങ്കിൽ എപ്പോഴും നല്ല ഫ്രഷ് ആയിരിക്കും. അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കണൊന്ന് പ്രസ് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനൊന്നും മറക്കരുത്. ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും, ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ. അപ്പൊ ഞാനിത് നന്നായിട്ടൊന്ന് ഇതുപോലെ എല്ലാ ഭാഗത്തോട്ട് ഒന്ന് ആ വാഷ് ബേസ് ഒന്ന് ഞാൻ എൻ്റെ അടുത്ത് ഗ്ലൗസ് ഇല്ലാത്തതുകൊണ്ട് ഇതിട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി. നമ്മളിതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് കൈ കൊണ്ട് തന്നെ സിമ്പിളായിട്ട് ചെയ്യുമ്പോൾ കണ്ടോ ഈ പൈപ്പിന്റെ ഇവിടെയൊക്കെ നല്ല നമ്മൾ ചെയ്യുന്ന ആ സ്പോട്ടിൽ തന്നെ നമുക്ക് ആ ഒരു റിസൾട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ ഞാൻ ബാത്റൂമിലാണെങ്കിലും ടോയ്ലറ്റിൽ എല്ലായിടത്തും ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ആദ്യം ഒന്ന് തളിച്ചു കൊടുക്കുക. എന്നിട്ടൊരു ഏകദേശം ഒരു 5 മിനിറ്റ് ഒക്കെ ഒന്ന് കുറച്ച് നേരം ഒന്ന് വെക്കുക. എന്നിട്ട് നമ്മൾ ഒന്ന് ബ്രഷൊക്കെ ഉപയോഗിച്ചൊന്ന് ഉരച്ച് വെള്ളം ഒഴിച്ചാണ്ട് കഴുകുമ്പോൾ തന്നെ അവിടെയൊക്കെ ഒന്നാണ്ട് വൃത്തിയായിട്ട് നല്ലതുപോലെ തന്നെ നിൽക്കും കേട്ടോ. നല്ലൊരു മാറ്റമാണ് കിട്ടുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു നമ്മുടെ ഈ ഒരു ടൈല് ചെയ്യുന്ന ഒന്ന് കാണിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് കുടഞ്ഞു ആ ഒരു വെള്ളം നമ്മൾ നന്നായിട്ടൊന്ന് തളിച്ചു കേട്ടോ കുറച്ചു നേരം. എന്നിട്ട് ഇതേപോലെ ഉരച്ച് കഴുകുമ്പോൾ കണ്ടോ നല്ല നമ്മൾ ഉരയ്ക്കും തോറും അതിന് ഒരു കളറ് വരുന്നത്. ഇതുപോലെ വെള്ളം ഒഴിച്ചൊന്ന് ഉരച്ച് കളയുമ്പോൾ ഒരു പ്രത്യേക നല്ലൊരു കളറും നല്ല ഇപ്പൊ നമ്മുടെ ബാത്റൂം പറഞ്ഞാൽ ഏകദേശം ഒരു വൈറ്റ് ടൈലാണ് കേട്ടോ. ഒരു ലൈറ്റ് ബ്ലൂ വൈറ്റ് ഒരു മിക്സിങ് ഒരു വൈറ്റ് കളറാണ്. അപ്പൊ ആ ഒരു ടൈലിലൊക്കെ പെട്ടെന്ന് കറ പിടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റിയേ. അപ്പൊ നമ്മൾ എപ്പോഴും നല്ല ഇതുപോലെ ശ്രദ്ധിക്കണം. അപ്പൊ ഇതേപോലെ ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ. എനിക്ക് നല്ലൊരു റിസൾട്ട് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ വാഷ് ബേസിലാണെങ്കിൽ നമ്മൾ കുറച്ചു നേരം ഒഴിച്ചിട്ടു. എന്നിട്ട് ഇതേപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് നല്ലതുപോലെ ഉരച്ചെടുത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ
തന്നെ അതിന്റെ ആ ഒരു കളറ് മാറുന്നത് കാണാം കേട്ടോ. അപ്പൊ കണ്ടോ, ഇതൊക്കെ ഞാനിത് ഏകദേശം ഒരു 3-4 ദിവസം കൈകാതെ വെച്ചിട്ടാണ് കേട്ടോ ഇപ്പൊ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണിത് വെച്ചത്. അപ്പൊ ആ ഒരു ചെയ്യുന്ന സമയത്ത് തന്നെ കണ്ടോ അതിന്റെ ആ ഒരു മാറ്റം. അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.